പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ മോട്ടിവേഷൻ എങ്ങനെയാണ് എന്ന് നേരിട്ടുള്ള അറിവ് നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകനും എന്നാൽ നമ്മുടെ കേരളീയനുമായ ശ്രീ ബ്രഹ്മനായകൻ മഹാദേവ സാർ ആയിരക്കണക്കിന് വേദികളിൽ, പ്രത്യേകിച്ചും കുട്ടികളുടെ വേദികളിൽ അവരെങ്ങനെയാണ് അവരുടെ വ്യക്തിത്വ വികാസം ഉണ്ടാകുന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ഒരു അന്താരാഷ്ട്ര പരിശീലകൻ ആയ അദ്ദേഹം NSS നാഷണൽ സർവീസ് സ്കീം എന്ന പ്രസ്ഥാനത്തിലൂടെ ലോകത്തിന്റെ നെറുകയിലേക്ക് ധാരാളം കുട്ടികളെ എങ്ങനെ എത്തിക്കാം എന്നതിന്റെ നല്ല വ്യക്തമായ പരിശീലനവും ശിക്ഷണവും നടത്തിക്കൊണ്ട് 2000 അദ്ദേഹത്തിന് ദേശീയ യുവജന അവാർഡ് ലഭിക്കേണ്ടായ ആ കാര്യങ്ങൾ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എബിലിറ്റി മാനേജ്മെന്റ് മനസ്സ് നന്നാവട്ടെ. എന്റെ കൂടെ പറയാൻ പറഞ്ഞ ബാക്കിയാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പറയണം. കേൾക്കുന്നുണ്ട്? ബാക്കില് കേൾക്കുന്നില്ല? ചങ്ങാതി ആരാ? ചങ്ങാതി ആരാണ്? ചങ്ങാതി ഇവിടെ എത്രയും പേര് കൂട്ടുകാരെന്ന് പറഞ്ഞു, ഇവിടെ എത്രയും പേര് കൂട്ടുകാരെന്ന് പറയുന്നു. ഈ കൂട്ടുകാരൻ കൂട്ടുകാരി എന്ന രണ്ട് വാക്കിന് ഉള്ള എന്തും ഒരു കാര്യം ചങ്ങാതി എന്ന വാക്കിനില്ല. അതെന്താണ്? കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരിയുണ്ട്, പക്ഷേ ചങ്ങാതിക്ക് അതില്ല. നല്ലൊരു കാര്യം കൂടെ കൊടുത്തോ. ബാക്കി ഉത്തരങ്ങളിങ്ങനെ ഉണ്ട്, പക്ഷെ വെളി പറയാനുള്ള ഒരു ധൈര്യം കൊണ്ടാണ് പറയാൻ പറ്റാതെ പോയത്. വെളി പറഞ്ഞത് കൊണ്ട് ഈ വേദി വന്ന് നിൽപ്പുണ്ട് കേട്ടോ. എന്താണ് ഉത്തരം? ബാക്കി ആൾക്കാർ ഇപ്പോഴും രണ്ടുപേർക്ക് ഇത് കൂട്ട് വെറുതെ പോലെ കായില്ല, ചങ്ങാതിക്ക് കായില്ല. ഹലോ, കൂട്ടുകാരൻ കൂട്ടുകാരി, കുട്ടികൾ ആൺ പെൺ വ്യത്യാസമില്ല ഈ ചങ്ങാതി എന്ന വാക്കിന്. അത്രയേ ഉള്ളൂ, ജെൻഡർ ഇല്ല. ഒരു ജെൻഡർ ന്യൂട്രൽ വാക്കാണ് ആ സാധനം, ചങ്ങാതി എന്നുള്ള ആ വാക്ക്. പുഴയോട് ചങ്ങാത്തം വേണം, പുല്ലിനോട് ചങ്ങാത്തം വേണം, പൂവിനോട് ചങ്ങാത്തം വേണം, മൊട്ടിനോട് ചങ്ങാത്തം വേണം, കാറ്റിനോട് ചങ്ങാത്തം വേണം, ജീവജാലങ്ങൾ ചങ്ങാത്തം വേണം, ജീവൻ ഇല്ലാത്തതിനോട് ചങ്ങാത്തം വേണം, ഇരിക്കുന്ന കസേരയോട് ചങ്ങാത്തം വേണം, ഇട്ടിരിക്കുന്ന ഉടുപ്പിനോട് ചങ്ങാത്തം വേണം, കയ്യിൽ കിട്ടിയിരിക്കുന്ന വാച്ച് കിട്ടിയ ഓരോ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനോടും ചങ്ങാത്തം ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവർ. അതിന് നമ്മൾ നെഞ്ചോട് ചേർത്തിപ്പെട്ട് ഇഷ്ടപ്പെടുവാനോ മൂല്യം കൊടുക്കുവാനോ നമുക്ക് തോന്നും. ഹലോ, ചിലർക്ക് ചില കാര്യങ്ങൾ കൊതിയോട് കൂടി, ചില ആൾക്കാർ എക്സ്പ്രഷനിൽ തന്നെയൊക്കെയാണ് പരമ പുച്ഛം. എക്സ്പ്രഷനിലൊക്കെ വരും. ഇതൊക്കെ ഓരോ സാധനങ്ങൾ വരുന്നത് നമ്മൾ പോലും അറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഒരാളെ രൂപപ്പെടുത്തി എടുക്കുന്നു. അത് വലിയ നീണ്ട യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, പരീക്ഷയിൽ കടക്കാൻ പോകുന്ന നിങ്ങളോട് ഏത് പരീക്ഷ ബന്ധപ്പെട്ട കൂട്ടായ്മയിൽ പോകുമ്പോൾ ഞാൻ പറയുന്നത് വലിയ ആളുണ്ട്. എന്റെ പൊന്നു മക്കളെ, നീ ഫസ്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, നീ വലിയ മാർക്കൊക്കെ വാങ്ങി നീ ഫസ്റ്റും ആയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ തന്നെ ഫസ്റ്റ് ഒരാൾക്കൊക്കെ ആവാനും പറ്റും. മനസ്സിലാവുന്നുണ്ട്? അത് ഒരു മാർക്കിന് പോലും രണ്ടാമതായി പോയ ഒരാൾ കൂടി ഉണ്ട്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഫസ്റ്റ് ആയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ക്യാമ്പസിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോ ബെസ്റ്റ് ആയിട്ട് പുറത്തു പോകാവൂ. അത് ഇതിനകത്തിരിക്കുന്ന 500 പേർക്കും ബെസ്റ്റ് ആയിട്ട് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി പോകാം. ബെസ്റ്റ് വ്യക്തിയായിട്ട് വേണം ഇറങ്ങി പോകാനായിട്ട്. 10ാം ക്ലാസ് വരെ പഠിച്ചിറങ്ങി പോകുന്ന ആളാണ്, വിദ്യാഭ്യാസം നേടിപ്പോകുന്ന ആളാണ്. ആ നേടിപ്പോകുന്ന ആളിന് പേപ്പറിന് അപ്പുറത്തേക്ക് ചില സാധനം കൂടി കൊണ്ടുവേണം പോകാനായിട്ട്. നല്ലൊരു മനുഷ്യന്റെ ഇറങ്ങി പോകണം പ്രിയപ്പെട്ടവരെ. അതിന് ഈ ചങ്ങാത്തം എന്ന് പറയുന്നൊരു വികാരം എപ്പോഴും മനസ്സിലുണ്ടാകണം. എന്തിനോട് ചങ്ങാത്തം ഉണ്ടാകണം? കാറ്റിനോട് ചങ്ങാത്തമുള്ളവൻ പ്ലാസ്റ്റിക് കത്തിച്ച് കാറ്റിന് കൊല്ലില്ല. പുഴയോട് ചങ്ങാത്തമുള്ളവൻ വാരി കെട്ടി ചുരുട്ടി പൊടിക്കത്ത്
കളയില്ല. മണ്ണിനകത്ത് ചങ്ങാത്തമോളം മണ്ണ് മാന്തിനകത്തൊന്നും മൂടി എടുത്തുമില്ല. ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വീടിനോട് ചങ്ങാത്തമോളം വീട് നശിപ്പിക്കില്ല. ക്ലാസ്സിനോട് ചങ്ങാത്തമോളം ക്ലാസ്സിന്റെ ബെഞ്ച് അടിച്ചൊടിച്ചിട്ട് പോകില്ല. ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂമിനോട് ചങ്ങാത്തമോളം പോണ വഴിക്ക് ബൾബ് എറിഞ്ഞ് പിടിച്ചിട്ട് പോകില്ല. ഇതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. കാര്യം അങ്ങനെയാണല്ലോ 10 ഓങ്ങി വെച്ചിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ് കളറൊക്കെ അടിച്ച് പോകുമ്പോഴാണ് രണ്ട് ബൾബ് കറിഞ്ഞ് പിടിച്ചിട്ട് പോവുക. ഇനി വരില്ലല്ലോ, നമ്മൾ വരില്ലല്ലോ ചെറിയ പൊട്ടിച്ച്. അപ്പൊ ഇങ്ങനെയൊന്നും ആയി പോകരുത്. എന്തിനേയും ചേർത്ത് പിടിക്കുന്ന മനസ്സുണ്ടാകട്ടെ. അവിടെ നിന്നുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കും. ചെയ്യാൻ പോകുന്ന ഓരോ കാര്യത്തിനോടും ചങ്ങാത്തം ഉണ്ടാവും. ആ ചങ്ങാത്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളോട് മെരുങ്ങാൻ തുടങ്ങും. അപ്പൊ ചങ്ങാതി ചേട്ടൻ കുട്ടികൾ കുറെ നേരത്തിൽ. റൈറ്റ്? ഹലോ. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഒരു റുട്ടീന്റെ ഭാഗമായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കും. ടീച്ചർമാർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നമ്മൾ പിള്ളേരെ അടിച്ചുപൊളി പിള്ളേരാണ്. പക്ഷെ ഒരു 1.5 മാസം ഉണ്ടായി. ഞാൻ പറയാം ഒരിടത്ത് പോലും മുമ്പിൽ കസേരകളും ഒരിടത്ത് ഒഴിഞ്ഞും കിടക്കാൻ പാടില്ല. ക്ലിയറല്ലേ? പാതിന് പൊളിച്ചിരിക്കൽ ആരംഭിക്കാൻ പോവാണ്. അപ്പുറത്തും സ്വന്തം ക്ലാസ്സിൽ ആളാവാനേ പാടില്ല. പിന്നെ അങ്ങോട്ട് ഓടി തള്ളിയൊന്നും ഇടരുത്. മുമ്പിലോട്ട് പുറകിലോട്ട് മാറിയിരിക്കണം. ഇത് ഇത്രയും ശരിയാകാനായിട്ട് ഞാൻ ഹലോ 53, 52, 51, 50, 49, 48, 47, 46 അദ്ദേഹം ഇല്ല. മനസ്സിലായോ? ആ പാട്ട് പാടിയത് മലേഷ്യ വാസുദേവ്. അദ്ദേഹം മരിച്ചിട്ട് 10-15 വർഷമായി. രജനീകാന്തിന് ഏറ്റവും ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുള്ള പരിമാറ്റം ഉണ്ടാക്കി. ഞാനിപ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. ആ ഫീൽഡിലൊക്കെ വലിയ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. 90ഓളം മക്കൾ എനിക്ക് സ്വന്തമായിട്ട് ഒത്തിരി പ്രയാസമുള്ളവരും പിന്നെ നല്ലൊരു കൂട്ടുകാരി ഒപ്പം ഉള്ളത് കൊണ്ട് ജീവിതം ഒരു സമയം കിട്ടുമ്പോൾ നമുക്ക് വിശദമായി സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. എന്തുകൊണ്ട് ഇപ്പൊ കൈയടിച്ചു? എന്റെ അച്ഛന്റെ പേര്, അപ്പൂപ്പന്റെ പേര്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഹലോ. അത് പറഞ്ഞു നിർത്തി. ഇത്രയും ചെയ്തൊരു പ്രിയപ്പെട്ടവർ ആദ്യം വേണ്ടത് ഫേസ് ചെയ്യാനുള്ള ഒരു ചുവട് മുന്നോട്ട്, ഉത്തരം പോലും മുന്നോട്ട് വന്നേ പറയാം. പേരെന്താണ്? സതീശൻ. പിൻവാങ്ങരുത്. പേരെന്താണ്? ഒരിടത്ത് പിൻവാങ്ങരുത്. ആദ്യം അത് ഏറ്റെടുക്കാനുള്ള മനസ്സ് ഫസ്റ്റ് ഉണ്ടാവണം. റൈറ്റ്? ഹലോ. പിന്നെ ഒരു പരിചയം വേണ്ടേ? വന്നു കയറി അപ്പഴേ വിളമ്പരം. ഞാൻ പറയാൻ ശ്രമിച്ചു, മനസ്സിലുണ്ടാവട്ടെ. ഗുഡ് മോർണിംഗ്. ആരും മൈൻഡ് ചെയ്തില്ല. പോരാ. ഗുഡ് മോർണിംഗ്. ഞാൻ നീ തമ്മിൽ ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ടെക്സ്റ്റ് തുറക്കാൻ ആരെങ്കിലും കൊണ്ടാണ് ആ ബുക്കിന്റെ അടുത്ത് ഇരുന്ന് നോക്കി ബന്ധം മണപ്പിച്ചൊക്കെ നോക്കാം. മണം മാറിക്കണല്ലോ പുതിയ ബുക്കിന്റെ മണം ചെറുതിലേക്ക്. ആ ബന്ധം തുടങ്ങുമ്പോഴാണ് പിന്നെ ഇടപെടൽ ആരംഭിക്കുന്നത്. ഹലോ. എന്നിട്ട് ഇഷ്ടമുള്ള സാധനം നിങ്ങൾ പറയുക. എന്താ പറയുക? നിന്നെ കുറിച്ചാണ് പറയുന്നത്. ഹലോ. അറിയുന്ന ഭാഷയിൽ പറയുക. അതിന് കാര്യം എന്താണ് അറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് പറയാനും പറ്റും. അതിന് ആദ്യം ഒരു കിളി എന്താണ് എന്ന് പറയുക. ഇതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെ പറയുന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹലോ. ഈ വിശാലമായ ലോകത്തെ മുഴുവൻ നോക്കി പറയുക. മുഴുവൻ നോക്കി പറയാൻ ചെറിയൊരു കാര്യം മാത്രമേ. ഇവിടെ നിന്ന് കാണിച്ചവർ അവിടെ നോക്കി ഇവിടെ ഇങ്ങനെ നോക്കിയാൽ നോട്ടം കംപ്ലീറ്റ് ആയി. ഹലോ. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് നേരെ അങ്ങ്, അവിടെ നേരെ ഇങ്ങ്, അവിടെ നേരെ ഇങ്ങ്, ഇവിടെ നേരെ ഇങ്ങ് കഴിഞ്ഞു. എല്ലാരും നോക്കിയിട്ട് തോന്നലെങ്കിലും ഉണ്ടാക്കാൻ പറ്റണം. എല്ലാം നോക്കിയിട്ട് എല്ലാം പോകണം. ഹലോ. നോക്കാനൊരു സൂത്രമായി അതേപോലെ പാലിച്ചാലും കുളമായി. എങ്ങനെയൊക്കെയെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ഞാനിവിടെ വന്നത് നിങ്ങളെ കാണുകയും നിങ്ങളുമായി സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ ആയ കുളമായി. അറിയാൻ പോലും പാടില്ല. നോക്കുന്നത് അറിയാൻ പോലും പാടില്ല. അതിനെന്ത് വേണം? നിരീക്ഷണം എന്നൊരു സാധനം കൂടെ വേണം. ഹലോ. ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ആദ്യ താല്പര്യത്തിൽ നിരീക്ഷണത്തിൽ ആരംഭിക്കുന്നു. അവിടെ നിന്ന് ബാക്കിയില്ല. നിരീക്ഷിച്ചാൽ ആ നോക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. പ്രിയപ്പെട്ടവർ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ കിളിമാർ നമുക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള നാടാണ്. പക്ഷെ ഈ സ്കൂളിൽ കയറാനുള്ള അവസരം മുമ്പ് എനിക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഈ അവസരം വീണ്ടും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. SP സാർ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. യെസ്. അപ്പൊ ആ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടാവും. അവിടെ നിന്ന് ഈ നോട്ടം ഇങ്ങനെ പോകുമ്പോൾ ഇതാ കഴിയും. ഹലോ. മുഴുവൻ ആൾക്കാരെ നമ്മൾ കാണുന്നു, മിണ്ടുന്നു, വിശാലമായി നോക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇഷ്ടത്തോടു കൂടി പറയുന്നു. ഇഷ്ടത്തോട് പറയുമ്പോൾ പുഞ്ചിരി ഉണ്ടാവും.
ഹലോ, വാരി വലിച്ച് ഒന്നും ചെയ്യണം, കുറച്ച് ചെയ്താൽ മതി. പക്ഷെ അത് അളന്ന് മുറിച്ച് ഇഷ്ടത്തോടെ വ്യക്തതയോടു കൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ കംപ്ലീറ്റ് ആയി. റെഡി? ഒരു പ്രാവശ്യം കൂടി ഇവർ വരേണ്ടി വരും. അങ്ങോട്ട് പോകും, വീണ്ടും തിരിച്ചു വരും. വെയിറ്റ്. നിരന്ന് നിൽക്കും. നിരന്ന് നിന്നിട്ട് അവർ പറയാൻ തുടങ്ങുന്ന വാക്കുകളാണ്. സ്വന്തം പേര് പറയും. ഹലോ, എന്താവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം പറയും. മൂന്നാമത്തത് ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്ത് അവർ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണെന്ന് പറയും. ഈ 3 കാര്യങ്ങൾ അവർ നമ്മളോട് പങ്കുവയ്ക്കാൻ പോവാണ്. ഹലോ, എന്തൊക്കെ പറയും? പേരെന്താണ്? പേര്, എന്താവാൻ ആഗ്രഹിക്കുന്നു, ഈ ജീവിച്ചിരിക്കുന്ന ലോകത്ത് എന്തെങ്കിലും മാറ്റം ആണ് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണോ വിശപ്പില്ലാത്ത ലോകം സ്വപ്നം കാണുന്നത്, യുദ്ധമില്ലാത്ത ലോകം ഉണ്ടാക്കട്ടെ, അങ്ങനെ എന്തുകൊണ്ടോ പറയാം. ഓടിച്ചെന്ന് കസേര ഇരിക്കണം, വിളിക്കുമ്പോൾ തിരിച്ചിവിടെ വന്നിട്ട് പറയണം. റൈറ്റ്? ഓടിച്ചെന്ന് കസേര ഇരിക്കണം, വിളിക്കുമ്പോൾ തിരിച്ചിവിടെ വരണം. ഓടിക്കും. സ്റ്റോപ്പ്. എങ്ങനെ പോകാനാണ് പറഞ്ഞത്? എങ്ങനെ പോകാനാണ് പറഞ്ഞത്? സത്യമാണ്. സത്യമാണ്. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. എന്നിട്ട് അവർ പോയത് കണ്ടപ്പോൾ എനിക്കുണ്ടാവും, അവർ ഇങ്ങനെ ഓടുന്നെങ്കിൽ അവർ നടക്കുന്നത് എങ്ങനെയായിരിക്കും? ആകെ 1.5 മാസം സമയമേ ഉള്ളൂ. ഹലോ, ഇനി ഇഴഞ്ഞ് നടന്നാൽ പറ്റൂല. ചടുലമായി കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഒരു ബ്രേക്ക് വിട്ട് നോക്ക്. ബ്രേക്ക് വിട്ട് മുമ്പിരിക്കുന്ന അങ്ങനെ എഴുന്നേക്കുന്നത് ഇങ്ങനെ പാടി. ബാത്റൂമിൽ പോയാൽ പെട്ടെന്ന് വരണം. മുതലൊഴിക്കാൻ പെട്ടെന്ന് വരും. ഇല്ല, അവിടെ പോയി നിന്ന് പിന്നെ ഒരു 10 മിനിറ്റ്, വീണ്ടും 1.5 മണിക്കൂർ ഇഴഞ്ഞ് കൈ കഴുകാൻ 10 മിനിറ്റ്, പ്ലേറ്റ് എടുത്ത് അടയ്ക്കാൻ 5 മിനിറ്റ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുമല്ലോ പ്രിയപ്പെട്ടവരെ. ഹലോ, അപ്പൊ നമ്മൾ ഒന്ന് ചിറകിൽ നോക്കിയാണ് ചടുലമായി കാര്യങ്ങൾ ചെയ്യാൻ പോകണം. ഒരു 7 സെക്കൻഡിന്റെ കണക്ക് മനസ്സിലേക്ക് ഇവിടെ നിന്ന് വിട്ട 7ാമത്തെ സെക്കൻഡ് എവിടെയിരിക്കണം? കസേര എത്തിയിരിക്കണം. റെഡി? പിന്നെ വാട്സ് വീടരുത്. ഓക്കെ അല്ലേ? 7, 6, 5, 4, 3. പോകുമ്പോഴും വരുമ്പോഴും ഈ ഇത് മനസ്സിലുണ്ടായിരിക്കണം. റെഡി? റെഡി അല്ലേ? ഈ വേദി ഓപ്പൺ ആണ്. അവർ നിറഞ്ഞ മനസ്സോടുകൂടി ഈ വേദിയിലേക്ക് നമുക്ക് 7, 6, 5, 4. വെരി ഗുഡ്. ഹലോ, ഇനി സംസാരിക്കുമ്പോൾ കൈയടി വേണം. ആളിവിടെ വന്ന കൈയടി മാറ്റിക്കോണേ. ഒന്ന് കൈ തരട്ടെ. നല്ല പിന്നേടി പോരാ. ഈ കൈയുടെ ശബ്ദത്തിൽ മാത്രമല്ല കാര്യം പറയുന്നത്. നിങ്ങൾ അടിക്കുന്ന കൈയുടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കാണണം. ഒരാളെ നോക്കിയാണ് അവന് നിൽക്കേണ്ടത്. അയാൾക്ക് കാണാൻ പറ്റണം. കൈ അവിടെ കൊണ്ടുവരും. സ്റ്റോപ്പ്. ഈ കൈയടി ജൂണിലോ സ്വന്തകാലത്തെ അപ്പൊ അടിക്കുന്ന കൈ ഈ കൈയടി വന്ന് കയറിയിട്ടുള്ളൂ. അപ്പോഴും തലയ്ക്ക് മുകളിൽ കയറ്റരുത്. കൈയടിക്കാനും 3 കാര്യങ്ങൾ. സജ്ജമായ ശരീരഭാഷ, നിറഞ്ഞിരിക്കും. ഹലോ, നിങ്ങളുടെ മോഹം ഇവിടെ കാണണം. നിൽക്കുന്നതാണ് ഇഷ്ടത്തോടു കൂടി നോക്കൂ. മാറി തലങ്ങനെ കാണണം. കൈകൾ കൊണ്ടുവരേണ്ടത് ഇവിടെ ഫേസ് ടു ഫേസ് ആണ്. നമ്മൾ കൈയടിക്കാൻ തുടങ്ങുന്നത്. കൈ ഇവിടെ കൊണ്ടുവരണം. ചിരി, മുഖം നിറയെ ചിരി വേണം. പൽച്ചിരി വേണം. പല്ല് വെളിയിൽ കാണണം. അങ്ങനെ നിവർന്നിട്ട് പല്ല് പുറത്ത് കാണിച്ച് കൈകൾ മൂന്നതിനെ കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി കൊടുക്കണ ഒരു നിങ്ങൾ കൈയടിക്കണം. നോക്കിയാൽ മതി. നല്ലൊരു കൈ, തകർപ്പൻ കൈ. അവൾ കണ്ണു എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് അഫ്സൽ. ഈ ലോകത്തുണ്ടാകുന്ന ലഹരി വസ്തുക്കളെ മാറ്റാനും ഈ ലോകത്ത് പല കാര്യങ്ങൾ ഇതിലെ പ്രധാനമാണ്. ലഹരി വസ്തുക്കൾ ഈ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഓഫീസർ
ഞാൻ ആർമിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നു. എൻ്റെ ടീച്ചർ എനിക്ക് ആകാൻ ഇഷ്ടം നേവി പോകുന്ന ആഗ്രഹം. പിന്നെ ഈ നാട്ടിലിപ്പോൾ എല്ലാവർക്കും ഒത്തൊരുമയൊന്നുമില്ല. അതാണ് ഇപ്പോൾ എല്ലാത്തിലും പഴകിലും എല്ലാം കാരണം. അതെല്ലാമാണ് എല്ലാവരും നന്നായിരിക്കുന്നത്. എനിക്കൊരു അഡ്വക്കേറ്റ് ആവണമെന്നാണ് ആഗ്രഹം. നമ്മുടെ ലോകത്തിപ്പോൾ ഭൂരിഭാഗം ഇവിടെ ലഹരിയുടെ ഉപയോഗമാണ് ഉള്ളത്. അത് മാറാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളിലായാലും ഒരാൾ നമ്മളെ ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അവിടെ എനിക്കിത് വേണ്ട എന്ന് പറയാനുള്ളൊരു മനസ്സാണ് ഒരാൾക്ക് ഏറ്റവും വേണ്ടത്. നമ്മളെ ഫ്രണ്ട്സിനെ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കാൻ ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അർപ്പിത. ഞാൻ 10ലാണ് പഠിക്കുന്നത്. ഞാൻ സാറിൻ്റെ ക്ലാസ് മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ SPC കേഡറ്റായിരുന്നു. എനിക്ക് ബാങ്കിങ് മേഖലയിലുള്ള ജോലി ചെയ്യാനാണ് താല്പര്യം. പിന്നെ ലോകം മുഴുവൻ യുദ്ധം നടക്കുകയാണ്. ഇപ്പോൾ അവസാനിച്ചു. ഇനി ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പേര് റോസ്. ഞാനിവിടെ 10H-ലാണ് പഠിക്കുന്നത്. എൻ്റെ ആഗ്രഹം എന്ന് പറയാൻ എനിക്ക് സത്യത്തിൽ ഇതുവരെ ഒരു ആഗ്രഹമില്ല. അതാണ് സത്യം. ഇപ്പം എന്നെ പോലെ ഇപ്പം ജസ്റ്റ് ഇവിടെ വന്നത് ആദ്യം എന്താണ് ആ ആഗ്രഹം എന്ന് പറയാൻ വേണ്ടി ഓരോന്ന് അപ്പം തോന്നുന്നതാണോ അത് പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഏതാണ് എനിക്ക് ആവുള്ളത് സത്യമായിട്ട് ഇതുവരെ എനിക്ക് അറിഞ്ഞുള്ളൂ. അത് എനിക്ക് ഏതാണ് താല്പര്യം എന്നുള്ളതും സത്യത്തിൽ എനിക്ക് ഇതുവരെ അറിഞ്ഞുള്ളൂ. അത് കണ്ടുപിടിക്കുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം. അത് ഈ 10 കഴിയുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ലോകത്ത് ധാരാളം മാറ്റം എന്നതുകൊണ്ട് ആദ്യം നമ്മുടെ സൗഹൃദം അതാണ് ഫസ്റ്റ്. അതുണ്ടെങ്കിൽ ഈ ലഹരി ഉപയോഗം വരില്ല. കാരണം കൂടുതൽ പേരും അവരുടെ കൃപ പറഞ്ഞില്ലേ, അവരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഇങ്ങനെ ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോ പറയാൻ പറ്റണം. അവര് ഫ്രണ്ട്സ് ആണ്, അവർക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആ സർക്കിളിലൊക്കെ കൊണ്ടുവരില്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഈ ഒരു സൗഹൃദം എന്നത് ഉണ്ടായി കഴിഞ്ഞാൽ യുദ്ധം വരൂല, അടിപിടി വരൂല, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് പോകും. അതാണ് ആദ്യം എൻ്റെ ഒരു കൺസെപ്റ്റ്. ഹലോ, വന്നത് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ഓരോ ആൾക്കാർ ഇവിടെയാണ് തുടങ്ങുന്നത്. നിങ്ങളെ പോലെ അവരും കഥ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് വിളിക്കുന്നത് അങ്ങനെ ആദ്യം ഇറങ്ങി വന്നപ്പോ ഇവിടെ കേട്ടത് മുഴുവൻ അടക്കി പിടിച്ച ചിരികളായിരുന്നു. ആ ചിരി കേട്ടാണ് ആദ്യം അവർ കൂടെ വന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇരിക്കുന്ന മോവല്ല, അതോടെ ബാക്കിയുള്ള ആൾക്കാരും പോയി. ഹലോ. രണ്ടാമത് അവർ വന്നപ്പോ അവിടെ ഇവിടെ കേട്ടതെല്ലാം കൈഡിയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞ ഒരു വാക്കൊന്ന് ചേർത്ത് വെച്ചോളൂ. വൺ ഫോർ ഓൾ പറഞ്ഞു. വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ. ഒരാൾ എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഒരാൾക്ക് വേണ്ടി. ഇതിനകത്ത് സുരേഷോ ഗോപികയോ ഇങ്ങനെ പല പേരുകൾ കാണുമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇത് SLC ബാച്ച് 2024-25 ആണ്. ഇല്ലേ? ഒറ്റ ടീമാണ്. മണിയടി കണ്ടില്ലേ? ഹലോ. 25 ബാച്ചാണ്. ഔട്ട്സ്റ്റാൻഡിങ് ബാച്ചാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ബാച്ച് കടന്നു പോയിട്ടില്ല എന്ന് ഓരോ ബാച്ചും വിചാരിക്കുമ്പോഴാണ് മികവിൽ നിന്ന് മികവിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കാൻ തുടങ്ങുന്നത്. എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വേണ്ടേ? ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. കൂടുതൽ ആൾക്കാരെ വളരാൻ അനുവദിക്കണം. അത് ഇപ്പോഴും തന്നെ എപ്പോഴും. ഇറങ്ങി വന്നപ്പോൾ കേട്ട ഓരോ കൈയടിയും പ്രോത്സാഹനവും നിങ്ങൾ അതിന് പറ്റിയ ആംബിയൻസ് ഒരുക്കി കൊടുത്തു. ആ കുട്ടി പറഞ്ഞു നിർത്തിയ സാധനം ചങ്ക് നമ്മൾ വിചാരിക്കുമ്പോ ആരാണ് ചങ്ക്? നമ്മൾ എന്ത് കാര്യത്തിൽ കൂടെ നിൽക്കുന്ന ആളല്ലേ ചങ്ക്? അല്ലേ?
എന്നല്ല, എന്ത് കാര്യത്തിൽ കൂടെ നിൽക്കുന്ന ആള് ചങ്കല്ല ചതിയെന്നാണ്. ഇപ്പൊ എന്റെ ചങ്ങാതി ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് അയാളുടെ ശരീരത്തിനോ അയാളുടെ ചുറ്റുപാടിനോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനങ്ങൾ എന്റെ കൂടെയുള്ള ചങ്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, ഞാൻ നല്ല ചങ്കാണെങ്കിൽ അപ്പം പറയും ചങ്കേ നിൽ, ഇത് വേണ്ട. ഹലോ, അപ്പൊ കൂടെയുള്ള എല്ലാ ചങ്ങാതിമാരും കൂടെ ഇരിക്കുന്ന മറ്റേ ചങ്ങാതിക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഈ 1.5 മാസം. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, പരസ്പരം സപ്പോർട്ടീവ് ഫാക്ടറായിട്ട് നിന്ന് വേണം നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. റൈറ്റ്? രണ്ടാമത്, ഒന്ന് ഒരുങ്ങുന്ന എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവർ പറയുന്നു. ഈ ഒരുക്കം വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ആദ്യത്തെ വരവ് അന്തം വിട്ട് വന്നു. ആ വരവാണ് നിങ്ങൾ മോഡൽ എക്സാമിന് വരാൻ ശീലിക്കുകയും കൂടി വേണം. ഇപ്പൊ ഇത് ഓക്കെയാണ്, ഞാൻ കൊണ്ട് പണി കൊടുത്ത ആൾക്കാരാണ്. ഇപ്പൊ ഈ സദസ് ഓപ്പണാണ്, ഫേസ് ചെയ്യാൻ ധൈര്യമുള്ളത്, ഇവിടെ വന്ന പേര് പറയുവാനും ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ പറയുവാനും, ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കും ഇങ്ങനെ ഒരു മാറ്റം കണ്ടാൽ നന്നായിരുന്നു എന്ന് പറയുവാനും ധൈര്യമുള്ള 4 പേർക്ക് വേണ്ടി ഈ വേദി ഇപ്പൊ ഓപ്പണാണ്. 10, 9, 8, 7, 6, 5. 4 പേർക്ക് 5, 4, 3, 2. വെരി ഗുഡ്. എന്റെ പേര് ദിയ, ഫുൾ നെയിം ദിയ കൃഷ്ണ. സാർ പറഞ്ഞ പോലെ എല്ലാവരും കേൾക്കാൻ എന്നാക്കുന്ന ഒരു പേരാണ് എന്റേത്. എനിക്ക് മിലിറ്ററി നേഴ്സ് ആവാനാണ് ആഗ്രഹം. അതുപോലെ തന്നെ ഈ ലോകത്ത് ഞാൻ മാറ്റം വരണമെന്ന് ആലോചിക്കുന്ന നല്ല രീതിയിൽ, അതായത് ടെക്നോളജികൾ നമുക്ക് ഉപദ്രവകരമായ രീതിയിൽ ഉണ്ടാവരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഈ AI ടെക്നോളജികളൊക്കെ ചിലപ്പോൾ വളർന്നു സാർ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്താണ് ഒരു ജോലിയോ അല്ലെങ്കിൽ മറ്റെന്ത് ആവശ്യങ്ങൾക്കും നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആശ്രയിക്കേണ്ട രീതിയിലോട്ട് ആവരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ 10D പഠിക്കുന്നു. ഇപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. അപ്പൊ സാറ് ഇടയ്ക്ക് ഗോപിക എന്നൊരു പേരെടുത്ത് പറഞ്ഞായിരുന്നു. ഒരുപാട് പേരുണ്ട് അങ്ങനെ ഗോപിക എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ ചിലര് ഓ എന്നൊക്കെ ആക്കുന്ന ശബ്ദമൊക്കെ കേട്ട് ആൾക്കാരുടെ മുഖം എനിക്കറിയാം. അപ്പൊ എനിക്ക് ആഗ്രഹം ഈ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറയ്ക്കണമെന്നാണ്. അത് നടക്കുമെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും മൊബൈലാണ് ഇപ്പൊ. ഞാൻ കരുതും അത് തന്നെ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ ഹായ്, നമസ്കാരം. എൻ്റെ പേര് തൃശാന്തിയസ്. ഞാൻ 10Dയിലാണ് പഠിക്കുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചർ നിത ടീച്ചറാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്കൊരു കോളേജ് ലെക്ചർ ആവാനാണ് ആഗ്രഹം. പിന്നെ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂൾ ടൈമിലുള്ള ഈ ലവ് റിലേഷൻഷിപ്പ് വേണ്ടാന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ച് ആലോചിക്കണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ പേര് നീരജ്. എനിക്കൊരു എയറോസ്പേസ് എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. നമ്മുടെ ഇന്ത്യയിൽ മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് ഇന്ത്യ ഡെവലപ്ഡ് ആണ്, പക്ഷേ അത്രമാത്രം ഡെവലപ്ഡ് അല്ല. ടെക്നിക്കലി നല്ല ഡെവലപ്മെന്റ് ഇവിടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ പല കാർട്ടൂണിലും കണ്ടു കാണും, കാറുകൾ വരും, വിമാനങ്ങൾ, പിന്നെ അങ്ങനെ പറക്കുന്ന സാധനങ്ങളിലൂടെ റോഡിലൂടെ യാത്ര, അങ്ങനെയുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ. ഹലോ, നേരത്തെ ഞാൻ നിർത്തി പണിയെടുപ്പിച്ച ആള്, ഗ്രൂം ചെയ്ത ആള്, രണ്ടാമത് ഏറ്റെടുത്ത് വന്ന ആള്. മക്കളെല്ലാം ഒന്ന് നമ്മൾ നിന്ന് പിന്നെ മനസ്സിൽ പറഞ്ഞു പിള്ളേച്ച പണി വരുന്നു, പിള്ളേച്ച പണി വരുന്നു. ഇനി ഇവിടെ ഒരു ചെറുപറ കൈയടി മുഴങ്ങുമ്പോൾ ഞാൻ ആരെയാണ് വന്ന് നോക്കുന്നത്, ആള് ചാടി എഴുന്നേക്കുന്നു, ഇവിടെ വരുന്നു. ഈ പറഞ്ഞ 3 കാര്യങ്ങളും പറയാൻ തയ്യാറെടുത്തുള്ളൂ. ആരെയാണോ വന്ന് നോക്കുന്നത് എഴുന്നേക്കുക. 7 സെക്കൻഡ് ഇവിടെ ചെറുപറ കൈകൾ മുഴങ്ങേണ്ട നല്ല കൈകൾ. ആദ്യം നമുക്ക് സംസാരിക്കാൻ എത്തുന്ന കുട്ടികളിൽ എൻ്റെ പേര് അശ്വതി കൃഷ്ണ. ഞാൻ 10B പഠിക്കുന്നു. ശൈല ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. എനിക്ക് ആഗ്രഹം ഒരു പൈലറ്റ് ആവണമെന്നാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജാതി മതമൊന്നും ഇല്ലാത്തൊരു സമൂഹം.
ഗുഡ്. വയസ്സായ മാതാപിതാക്കൾക്കായി ഓ എന്റെ പേര് റാസി. ഞാൻ 10 സീനാണ് പഠിക്കുന്നത്. ഇതുവരെ ആഗ്രഹമൊന്നുമില്ല. ക്ലാസ് ടീച്ചർ, ഒരു പ്രൊഫസർ ആവാനാണ് ആഗ്രഹം. ലോകത്തിൽ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. 4, 3, 2, 1. അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നിന്ന് ആര് വേഗം ഞാൻ തിരിച്ചെത്തുന്നു? എത്ര വേഗം ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നു? ആ ചടുലത മനസ്സിൽ കിടക്കുന്ന സമയം വളരെ കുറവാണ്. നമുക്ക് ഫോക്കസ് ഏരിയയിലോട്ട് പോകണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ ലാഭിച്ചെടുക്കാനുണ്ട്. അത് ചെയ്യുന്ന കാര്യം അല്പ വേഗത്തിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്ന് വെച്ചാൽ വെപ്രാളം പിടിച്ച് ഓടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചെയ്യുന്ന കാര്യം ചിട്ടയോടുകൂടി ചടുലതയോടുകൂടി ചെയ്യുക. ഫോക്കസിലെ എഫ് ഇതാ അവസാനിക്കുന്നു. ഹൗ ടു ഫേസ്. രണ്ടാമത് ഹലോ ഓ. ആദ്യമേ നമ്മൾ പറയുന്നത് ഒപ്റ്റിമിസത്തെ കുറിച്ചാണ്. റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ശരിയായിക്കോളും. ഏതൊരു പ്രശ്നത്തിൽ ഈ ഒറ്റ വാക്ക് നമ്മൾ ഭയങ്കരമായിട്ട് സാരില്ലെന്ന് എല്ലാം ശരിയായി വരുന്നൊരു പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയാണ് നമ്മൾ എപ്പോഴും പൊരിച്ചുകൂടി മുന്നോട്ട് ഒപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. റിസൾട്ട് അത്യാവശ്യം മാറി കുഴപ്പമില്ല, വരുന്ന വഴി വെച്ച് കാണാമെന്ന് ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും. ഒരു റിസൾട്ട് കൊണ്ട് തകർന്നു പോകരുത്, ഒരു റിസൾട്ടില് തകർന്നു പോകരുത്, ഒരു തേപ്പില് തേങ്ങയും പോകരുത്. തേപ്പൊക്കെ ഇനി ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. ഒറ്റ തേപ്പ് പോലും തകർന്നും പോകരുത്. പിന്നെ തേപ്പ് ഒരു ശീലമാക്കാനും പാടില്ല. ഹലോ, മനസ്സിലേക്ക് ഓ ഓ എങ്ങനെ എങ്ങനെ ബി ഓർഗനൈസ്ഡ്. എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ കാര്യം ചെയ്യുന്നു അതിന് അതിൻ്റെതായ ഫലപ്രാപ്തിയുണ്ട്. നിങ്ങളുടെ സ്റ്റഡി റൂം, നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ വീട്, അത് ഇനി മുതൽ ബാർ റൂമാണ്. ബാർ റൂമാണ്. ഹലോ, ഒരു 1.5 മാസം അത്രയല്ലേ ഉള്ളൂ. എന്റെ സ്റ്റഡി ടേബിളിൽ എന്റെ എക്സാമുമായി ബന്ധപ്പെടാത്ത ഒരൊറ്റ സാധനം പോലും ആ ടേബിളിൽ പോലും കാണുന്നത് ഇന്ന് വാരി വലിച്ചു കെട്ടി നേരെ തട്ടിന്റെ മുകളിൽ വെച്ചേക്കുക. ഒരൊറ്റ കാർഡ്സ് പോലും അവിടെ ഉണ്ടാവില്ല. പക്ഷെ പഠനവുമായി ബന്ധപ്പെട്ട മുഴുവൻ സാധനവും അവിടെ ഉണ്ടാവും വേണം. ഇപ്പൊ ഒരു ബാസ്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പെൻസിൽ, കട്ടർ, ബ്ലേഡ്, പേന, റീഫില്ല്, ഇങ്ക് പോട്ട്, കത്തി, കത്രിക, സ്കെയിൽ ഉൾപ്പെടെ വെത്തി. അതെന്ത് അങ്ങനെ കുടിക്കാനുള്ള വെള്ളം പോലും 2 കുപ്പി എടുത്ത് സൈഡിൽ വെച്ചേക്കാം. ഒരു പെൻസിൽ എടുക്കുന്നു, പെൻസിൽ അർത്ഥമായി ചെയ്യാൻ പോകുമ്പോൾ മൊനയില്ല, കട്ടർ നോക്കുമ്പോൾ കട്ടറില്ല, ബ്ലേഡ് നോക്കുമ്പോൾ ബ്ലേഡും ഇല്ല. പിന്നെന്താ അമ്മ ഇതും കൊണ്ട് നേരെ അടുക്കളയിൽ പോകുമ്പോൾ അമ്മ മത്തി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അവിടെ നിന്ന് 2 മത്തി, അവിടെ നിന്ന് കൈകളിൽ പോയി അപ്പോഴത്തെ ചേച്ചി കൊടുത്തു. ചേച്ചി എങ്ങോട്ട് മാസം ചേച്ചി ധരിക്കും. അവിടെ 10 മിനിറ്റ് അവിടെ 30 സെക്കൻഡ് കൊണ്ട് വെട്ടേണ്ട പെൻസില് 30 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ വരുമ്പോൾ മുടി ഇന്നത്തെ മുടി തീർന്നു. ഒറ്റ പെൻസിലിന്റെ അണ്ടർലൈൻ ചെയ്യാനുള്ള താമസം കൊണ്ടുണ്ടായ സാധനമാണ്. ഈ ഒരു സാധനം പോലും തപ്പി നടക്കേണ്ട സംഗതി ഉണ്ടാകരുത്. പരീക്ഷയുടെ അന്ന് പരീക്ഷയ്ക്ക് ഇൻവിജിലേഷൻ നിൽക്കുന്ന ടീച്ചർ പേന എടുക്കാൻ മറന്നുപോയി. ചോദിച്ചമ്മമാരുണ്ട്, മനസ്സിലാകും. ജോമെട്രി ബോക്സിൽ കൊണ്ടുപോകും, അകത്ത് മറ്റേ കുത്തി വരയ്ക്കുന്ന സാധനം കാണാൻ. അപ്പൊ ഇതെല്ലാം ഒരുക്കി വെച്ചേക്ക് പ്രിയപ്പെട്ടവര്. അതുപോലെ എഴുതി ശീലിക്കൽ, അത് പിന്നെ പറയാൻ ഞാൻ ചിലപ്പോൾ വിട്ടുപോകും. എഴുതി ശീലിക്കൽ, ഒരു പേന എഴുതി തുടങ്ങിയിട്ടുണ്ടോ ഒരേ സമയം വീണ്ടും വേണ്ടി എഴുതുന്ന ഒരു ഓർമ്മയാണ്. അപ്പൊ ഇതൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രിയപ്പെട്ടവര് നമ്മുടെ കയ്യില് ഉണ്ടായിരിക്കണം. ഓക്കെ, ഹലോ. ആ ബാർറൂം
എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്യാം. എന്തോ കാര്യമായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നോക്കി ഇനി ഒരു ചുരുങ്ങിയ സമയം, ആ ചുരുങ്ങിയ സമയം അവസാനിക്കുമ്പോൾ ഇവിടെ നിന്ന് അറ്റ വരെ ഒറ്റ ലൈൻ കസേര, ഇവിടെ നിന്ന് അറ്റ വരെ ഒറ്റ ലൈൻ. 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഇരിക്കുന്ന കാണുമ്പോ മറ്റേ പരേഡ് നിൽക്കുന്ന പട്ടണം പോലെ. ഹലോ, ലൈൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വളയാൻ പാടില്ല. ഇരിക്കുന്ന ഒരാൾക്ക് നേരെ മുമ്പിലോട്ട് നോക്കിയിരിക്കണം. 43, 42, 41, 40, 39, 38, 37, 36, 35, 34, 33, 32, 31, 30, 29, 28, 27, 26, 5, 4, 3, 2, 1, 0, 0, 0 and freeze. എനിക്ക് അങ്ങോട്ട് നോക്കാൻ ഇൻസ്പെക്ഷന് വരുന്നില്ല. ഇപ്പോ ആ മുമ്പിലത്തെ 8 പേർ ചാടി എഴുന്നേക്കും. ഈ 8 പേർ ചാടി എഴുന്നേക്കും. നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ് കേട്ടോ. നേരെ തിരിഞ്ഞു നോക്കും ബാക്കിലോട്ട്. നീ ശൗന്തളയാണ്. തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞപ്പോൾ ശൗന്തളയിൽ ഇങ്ങനെയൊക്കെ നോക്കുന്നത്. നേരെ അങ്ങോട്ട് നോക്കി നിൽക്കും. ഹലോ, നിങ്ങളുടെ മുമ്പിലുള്ള ലൈൻ. ഹലോ, റോസാൻ കോളം നിർമ്മിച്ച വൻ മത്സരത്തിൽ മികച്ച മാർക്ക് നേടുന്നു അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് ചില കാര്യങ്ങളൊക്കെ തീരും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഇനി മുഴുവനും വായിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നൊന്നും വരില്ല. ചില സ്ഥലത്ത് കമ്പൈൻ സ്റ്റഡി നല്ലതാണ്, ചില ഏരിയയിൽ. ഹലോ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പൈൻ സ്റ്റഡിക്ക് പോയാൽ അത് കമ്പൈൻ സ്റ്റഡി തന്നെ നടക്കണം. അടുത്ത ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചോണ്ട് വരരുത്. കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുന്ന അമ്മമാര് സൈഡിൽ പൈപ്പ് വഴി താഴെ തൂണ്ടിറങ്ങി ഒരു ബൈക്കിൽ 4 പേര് കട്ടൻ ചായ കുടിക്കാൻ പോയത്. രാത്രി പിടിച്ച് കൈ കാണിച്ച് അത് മര്യാദയ്ക്ക് ചാടിക്ക് പോയി സ്ഥലം പഠിച്ച് ക്ഷീണിച്ച് പൊക്കോട്ട് ഞാൻ വിളിച്ചില്ല. അതിനെല്ലാം കേസ് 4 വണ്ടി പോയതിനാണ് കേസ്. ഹെൽമെറ്റും ഇല്ല. അത്ര വീട്ടുകാരെ മുന്നേ വിളിച്ചിറങ്ങി കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ഈ അടുത്ത എന്നെ സഹായിക്കും. ഒന്ന് നിലനിൽക്കുക പ്രിയപ്പെട്ടവർ. കോൺഷ്യസ്നെസ് എങ്ങനെ വരുന്നു എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അടുത്ത് എല്ലാ സ്ഥലത്തും 8 പേരുണ്ട്. 2, 2, 2, 2, 8 പേരല്ലേ? തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടി പറഞ്ഞു വരുന്നു. തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് എന്തെങ്കിലും വേണ്ടി പറഞ്ഞു വരുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരാണ്? എന്റെ പിറകിലിരിക്കുന്ന ആരാണ്? എന്റെ ഇടതുവശത്ത് ആരാണ്? എന്റെ വലതുവശത്ത് ആരാണ്? എന്റെ ഈ വരിയിൽ ഈ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ ഇരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അവർ ഏതെല്ലാം ക്രമത്തിലാണ് ഇരിക്കുന്നത്? വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? 4ാമത്തെ ബെഞ്ചിൽ എന്റെ ഇടതും വലതും തുറന്ന് അടുത്തിരിക്കുന്ന ചങ്ങാതിയുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി നിൽക്കുക. ഇടതുവശം നോക്കുക. ചങ്ങാതിക്ക് ചാടി ഒരു ഹഗ് കൂടെ കൊടുത്തേക്കുക.
ഹലോ, ഈ വെള്ളം കുടിച്ച് മണ്ടേ കയറരുത്. 2ാം ക്ലാസ്സിൽ ടീച്ചർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് തൊണ്ടകാരെ വിളിക്കുകയാണ്. ഞാൻ പഞ്ചായത്തിലേ ഇല്ല. ഹലോ, കോൺഷ്യസ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? പഠിക്കാനിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹലോ, ഒരുപാട് മടുപ്പങ്ങ് വരികയാണെങ്കിൽ പഠിച്ചു പോകുന്ന സാധനങ്ങൾ അപ്പം തന്നെ ചെറിയ 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 സാധനങ്ങളൊക്കെ എഴുതുക. ഇതൊക്കെയാണ് ഇനി മറ്റേ രശ്മിക മന്ദനയുടെ BTSന്റെ ഒക്കെ പോസ്റ്റർ ഊരിട്ട് ഒട്ടിക്കാൻ പോകുന്ന സാധനങ്ങൾ. വളരെ നല്ലതാണ്. ഒരു ദിവസം മുഴുവനും വായിക്കാനും നമ്മൾ ആരും പറയുന്നില്ല. എല്ലാ ഫാനും ഇടാൻ കേട്ടോ, മുഴുവനും വായിക്കാനും ആരും പറയുന്നില്ല. 25 മുതൽ 30 മിനിറ്റ് വരെ നീ ആദ്യം വായിക്കാൻ പോകും. ശീലിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ എത്രമാത്രം പഠിച്ചെന്ന് ഞാൻ പോലും മനസ്സിലാക്കുന്നത്. ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നന്നായിട്ട് സംശയം ചോദിക്കുന്ന ആളാണ് മുമ്പ് ഇരിക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ ഉറയ്ക്കുന്നു. എവിടെയെങ്കിലും എനിക്കൊരു തട്ട് വരുന്നുണ്ടെങ്കിൽ വീണ്ടും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തീർക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഇനി ഒരു സബ്ജക്റ്റിന് 3 ദിവസം അടുപ്പിച്ചൊക്കെ ഉള്ളൂ കൈകാര്യം ചെയ്യാൻ പോലും. അത്രയും ഉണ്ടോ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഹലോ, രാത്രി ഉറങ്ങി അടുത്ത ദിവസം എഴുന്നേൽക്കുന്ന ഒരു ചടങ്ങിലോട്ട് പോവാം ഇല്ലേ? ഉറങ്ങാൻ ചിലർക്ക് വെട്ടി കണ്ടാൽ തന്നെ വെട്ടിയിട്ട് വാഴ പോലെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, ഭാഗ്യം ചെയ്ത ആൾക്കാർ. ചങ്ങാതി, ഞാൻ പറയുന്ന അതുപോലെ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി അതേ എക്സ്പ്രഷൻ, അതേ ടോൺ, അതേ ബോഡി ലാംഗ്വേജ്. എന്റെ പൊന്നി ചങ്ങാതി, 10 തവണ തീരുന്നതാവും. നന്നായിട്ട് ചെയ്യണേ, സന്തോഷമായിട്ട് ചെയ്യണേ, ടെൻഷൻ വേണ്ടടാ. വരുന്നതൊക്കെ വഴി വെച്ച് കാണാം, പക്ഷെ ഒരുങ്ങി ഇറങ്ങണേ. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണേ, വെറുതെ കീഴടങ്ങരുത്. ആമയുടെ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലേ? പണിയെടുക്കുക, ഫലം എന്തോ ആയിക്കോട്ടെ, പക്ഷെ പണിയെടുക്കണം. സന്തോഷമായിട്ട് ചെയ്യണേ, അടിച്ചു പൊളിച്ചു പോണേ. നോ 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 നോ, നമ്മൾ അടിച്ചു പൊളിക്കാരല്ലടാ, നമ്മൾ പൊളിച്ചെടുക്കലിന്റെ ആൾക്കാരാണ്. ഓ സോറി, ഞാൻ മറന്നുപോയി. അപ്പൊ പൊളിച്ചടുക്കി പോണേ. പാട്ട് പാടണ്ടേ? പാട്ട് മാത്രം മതിയോ? പിന്നെ ഒരു ചാട്ടം കൂടി ആയാലോ? ചാട്ടമോ? അതെന്നെ ചാട്ടം എന്ന് പറഞ്ഞാൽ ഡാൻസ്. ഡാൻസോ? ഞാനും എനിക്ക് മേലെ എന്നെ ചങ്ങാതി ഇങ്ങനെ 10 വർഷം കൂടെ പിടിച്ച ഒരേ തോൽ പക്ഷികളാണോ നമ്മൾ? ഒരേ ഒരു തവണ ഒന്ന് ചാടിയിട്ട് പോവാണോ? നല്ല പ്രശ്നം. ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആയിക്കോട്ടെ. യുദ്ധപരമല്ല, പോത്തമല്ല, മതിലൊരേയും പോലെ. കുറുക്ക് കസേരയിൽ തുടരുത്, കുറുക്ക് കസേരയിൽ തുടർന്ന് ഇച്ചിരി ആഞ്ഞിരിക്കും. ഫ്രീ ആയിട്ട് ഒന്ന് റെഡി. ഇനി ഞാൻ ഇവിടെ എന്തെല്ലാം ചെയ്യുമോ എന്ന് നോക്കി മനസ്സിലാക്കി അടുത്തിരിക്കുന്ന മുഖത്ത് ചെയ്യണം. റെഡി? റെഡി അല്ലേ? ഒരു മനസ്സായി ഒന്ന് ചേരാ. മുഖത്തോട് മുഖം നോക്കി ചെയ്യാൻ നോക്കുമ്പോ ടീമുകൾ പാടുന്നത്. കസേര തിരിച്ചിടാതെ ഒന്ന് ഫേസ് ടു ഫേസ് നോക്കിയിരിക്കും. അതാണ്. വെരി ഗുഡ്. ഒരു മനസ്സായി ഒന്ന് ചേരാ. പോരെ ചങ്ങാതി, ഫീലിംഗ് വരട്ടെ. ഫീലിംഗ് ഒന്ന് പഠിക്കും. 3, 4
ഒരു മനസ്സായി ഒന്ന് ചേരാം എന്താ ഒന്ന് ചേരാം കളിക്കൂട്ടം കൂടിയാടാം കളിക്കൂട്ടം കൂടിയാടാം നിങ്ങൾ പാടാം കേട്ടോ രണ്ടുപേര് പേരായിട്ട് 3 4 കളിക്കൂട്ടം കൂടിയാടാം സിലബസ് ഇല്ലാത്തത് ചെയ്യരുത് ഹലോ അത് തന്നെ ചെയ്യണം അതിന് വേറെ അവസരമുണ്ട് കേട്ടോ ഈ പാറി നടക്കാം ഇവിടെ കിളികളെ ഇല്ല താറ കിളികളായി പാറി നടക്കാം ഇരുന്നോണ്ട് പറക്കുന്നുണ്ടല്ലോ കോഴി കുഞ്ഞാണോ യെസ് ഹലോ ചങ്ങാതിയുടെ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കും ഹലോ ഭംഗിയാണെ പറഞ്ഞോളൂ അവിടെ പീഡന ശ്രമം നടക്കുന്നു പ്ലീസ് ഒരാൾ ഇടത്തോട്ട് പറക്കുമ്പോൾ ഒരാൾ വലത്തോട്ട് പറക്കണം 3 4 കിളികളായി പാറി നടക്കാം നിന്നുകൊണ്ട് പറക്കുന്ന കിളികൾ അപ്പൊ സ്ഥലം കുറവാണ് ഇത്രയും ചെയ്താൽ മതി ഓരോ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തോന്ന് ഇതേപോലെ കറക്കാം കിളികളായി പാറി നടക്കാം കിളികളായി പാറി നടക്കാം തള്ളി വരുന്ന കസേര നേരത്തെ നീട്ടോ പല കിളികളും പറയുന്നത് കണ്ട എല്ലാവർക്കും എന്റെ കൂടെ ജോഗിങ് അങ്ങനെ ജോഗി സഹകരിച്ച് എന്നിട്ട് തുള്ളിച്ചാടി പറക്കണം ഇതേപോലെ 3 4 കിളികളായി പാറി നടക്കാം സൂപ്പർ 3 4 കിളികളായി പാറി നടക്കാം കയ്യിൽ പൂവിലുണ്ട് 2 കയ്യിൽ പൂ മക്കളെ പൂവാണ് മാങ്ങ പൂവിരിഞ്ഞോ പൂക്കളായി ചിരികൾ പാട്ടിന്റെ ശബ്ദം കുറവ് ആ പാട്ടിന്റെ പഞ്ചിലാണ് കാര്യം എന്നിട്ട് പൂവ് പൂക്കളായി ചിരികൾ ആ ബാക്കിൽ പൊക്കാത്ത കൈകളുണ്ടെങ്കിൽ ടീച്ചറെ അഞ്ചു ടീച്ചർ ഈ പൊക്കാത്ത കൈകളുള്ളവന്മാർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം സ്റ്റേജിൽ കേട്ടില്ല ഒന്നുകൂടെ പൂക്കളായി ചിരികൾ ഒന്നുകൂടെ ചിരികൾ അപ്പൊ കാറ്റൂടി അടിച്ചാലോ ഇതേപോലെ പൂക്കളൊക്കെ തുള്ളിച്ചാടും 3 4 പൂക്കളായി ചിരികൾ വരുന്നു പൂക്കളായി ചിരികൾ സ്നേഹം പങ്കുവച്ച് സ്നേഹം പങ്കുവച്ച് നല്ല നാളിൻ മക്കളാകാം സ്നേഹം നന്മ പങ്കുവച്ചു നല്ല നാളിൻ മക്കളാകാം തകിട തകിട താ തകിട തകിട താ 3 ചെറുപ്പം 3 കാലം 3 4 തകിട തകിട താ തകിട തകിട താ തകിട തകിട താ ചങ്ങാതി നല്ല ആളാണ് ഇതൊരു ഡാൻസ് അറിഞ്ഞൂടാ അല്ലേ പാട്ട് അറിഞ്ഞൂടാ അല്ലേ ഇതെന്ത് വരുന്നത് അയ്യോ അത് ഞാനല്ല ചങ്ങാതി അത് നമ്മളായിരുന്നു ചങ്ങാതിയുടെ മൂക്കിന്റെ തുമ്പിൽ ഒരു കുഞ്ഞു വെച്ചു കൊടുക്കും ചങ്ങാതിയുടെ കാലിന്റെ തുമ്പിൽ പിടിച്ച് ചങ്ങാതിക്ക് ഒരു സൂപ്പർ ഹൈഫൈ കൊടുത്ത് പിടിവിടരുത് പിടിവിട് ചങ്ങാതിയുടെ കണ്ണിൽ തന്നെ നോക്കണം എന്നിട്ട് വാക്ക് പറയും ഓൾ ദ ബെസ്റ്റ് ചങ്ങാതി നന്നായിരിക്കണേ നന്നായി ചെയ്യണേ പേടിക്കല്ലേ സന്തോഷമായിരിക്കണേ
ഒന്ന് പാടി അവസാനിപ്പിച്ചാലോ? 3. എന്നോട് ഒരുമിച്ച് പാടണം. നോൺ സ്റ്റോപ്പ് ആണ്. ഒരുമിച്ച് പാടണം. 3, 4. ഒരു മനസ്സായി ഒന്നു ചേരാ കളിക്കൂട്ടം കൂടിയാൽ പറയുന്ന സാധനം അതേപോലെ ചെയ്യുന്നവർ ഡാൻസ് ചെയ്താൽ മതി. എല്ലാത്തവർക്കും വെളിയിൽ ഇറങ്ങിയിരിക്കാം. മനസ്സായി ഒന്നു ചേരാ കളിക്കൂട്ടം കൂടിയാൽ കളിക്കൂട്ടം കൂടിയാൽ കിളികളായി പാടി പൂക്കളായി സ്നേഹം നന്മ പങ്കുവച്ചു നല്ല നാളി മക്കള സ്നേഹം നന്മ നല്ല നാളി മക്കളാകാം. തകിട തകിട താ തകിട തകിട താ തകിട തകിട താ തകിട തകിട താ. ഡാൻസ് കളിച്ചതിനല്ല, അർമാദത്തിന്റെ ഉച്ചകോടിയിൽ നിന്ന് അച്ചടക്കത്തിന്റെ ആ നേർരേഖയിൽ വരാനായിട്ട് എടുത്ത സെക്കൻഡ് 7 സെക്കൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ് ഇവിടെയാണ് പ്രശ്നമായത്. മനസ്സിലാവുന്നുണ്ടോ? തിരിച്ചു വരാൻ പറ്റൂല. കൈവിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. എന്തിനാണ് പോയത്? നമ്മുടെ വേറൊരു കുഴപ്പമെന്നറിയാവോ? എന്നെ കൊണ്ട് പറ്റൂല. എന്നെ കൊണ്ട് പറ്റാത്തൊരു സാധനം വേറെ ആരെങ്കിലും ചെയ്യുമ്പോ ഇന്ന് തുടങ്ങുകയാണോ പലതും? ഇന്ന് തുടങ്ങുകയാണ്. നല്ല തുടക്കമാകട്ടെ. എത്ര പേർ അത് എടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എടുക്കുന്നത് പിന്നെ ആര് വന്ന് പറഞ്ഞാൽ എല്ലാം കയറി എടുക്കുകയും ചെയ്യുന്നു കേട്ടോ. അതിനകത്തൊരു വിശകലനമുണ്ട്. കൊള്ളാൻ പറ്റുന്നത് എല്ലാം നിങ്ങൾ എടുക്കാം, തള്ളാൻ പറ്റുന്നത് നിങ്ങൾക്ക് തള്ളിക്കളയാം. നന്നായി സന്തോഷമായിരിക്കൂ. സോ യാത്രയില്ല. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് പറയാനുണ്ടെങ്കിൽ എന്തുവാ സാറിന് തന്നെയാണ് ചങ്ങാതിക്ക് തന്നെയാണ് എന്റെ ആദ്യത്തെ നന്ദി. കാരണം ഇത്രയും നമ്മളെ പരീക്ഷയാണ്, 10ാം ക്ലാസ് ആണ്, ഭയങ്കര വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിരുന്ന ഞങ്ങളെ ഈ ഒരു വൈബിലേക്ക് എത്തിച്ചേർന്ന ചങ്ങാതിക്ക് തന്നെയാണ് എന്റെ ആദ്യത്തെ നന്ദി. പിന്നെ കൈകൾ തലയ്ക്ക് മുകളിലാക്കും. അതായത് പറയുന്ന വാക്കിലാണ് ഇറങ്ങണം. ഇരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇറങ്ങി വരിക എന്നേ ഉള്ളൂ. ഫോക്കസിലെ ആദ്യത്തെ അക്ഷരം യു ട്രൈ ടു ഫേസ്. പിന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കോളും. ആദ്യം തന്നെ ചങ്ങാതി ചേട്ടൻ ഞങ്ങൾക്ക് നടന്നൊരു എക്സാമിനുള്ള നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുക്കേണ്ടത് അങ്ങനെയുള്ള രീതിക്കല്ല ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. വേറൊരു വഴിയിലൂടെ പല എക്സാമ്പിൾസും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. അതുപോലെ തന്നെ വേറെ മോട്ടിവേഷൻ ക്ലാസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ കേൾക്കുവാണെങ്കിൽ ആർക്ക് പ്രത്യേകിച്ച് ബോഡി ലാംഗ്വേജസ് കൊണ്ട് ഒന്നും കാണിക്കത്തൊന്നുമില്ല. സ്റ്റേജിൽ കയറി സ്റ്റഡി ആയിട്ട് കുറെ കാര്യങ്ങൾ പറയും, ഇറങ്ങി പോകും. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങളിടയിൽ ഹൃദയത്തിൽ നന്ദി പറയുകയാണ്. ഞാൻ സാറിന് 2ാമത്തെ ക്ലാസ്സാണ്. അന്നും ഞാൻ ഔട്ട് ഓഫ് സയൻസ് വരാൻ വന്നിരുന്നു. ഇന്നും പറയാൻ അവസരം കിട്ടിയതിൽ സന്തോഷവതിയാണ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് വെച്ചതിൽ നെഞ്ചൊക്കെ പടപടാന്ന് പറഞ്ഞാൽ ഇടിച്ചത്. പക്ഷെ എനിക്കിപ്പോൾ അതൊന്നുമില്ല. എല്ലാവരും ഫേസ് ചെയ്യാനുള്ളൊരു ഇതെനിക്ക് വന്ന് അത് ചങ്ങാതി ചേട്ടനെ കാരണമാണ് എനിക്ക് സാധിച്ചത്. ഞാൻ ഇതുവരെ ഇങ്ങനെ പറ്റി പറയാനൊന്നുമില്ല. രണ്ടും സൂപ്പറായിരുന്നു. ഞാൻ വന്നു ചെന്നപ്പോൾ തന്നെ എനിക്ക് വിളിക്കുന്ന ഒരു ബോറടിയായിരുന്നു. ഫസ്റ്റ് ബോറടി, സെക്കൻഡ് ബോറടി. പക്ഷെ സാറ് കാര്യത്തിലോട്ട് കിടന്നപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു സങ്കടം തോന്നി. സാറിനൊന്ന് കെട്ടിപ്പിടിക്കാൻ വരെ തോന്നിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സ്കൂളിലും ഇതുപോലെ സാറും പോയി അവിടെ ഇതുപോലെ വേദിയിൽ അവതരിപ്പിക്കണം. നല്ല ഇതായിട്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റി. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നത്. ഒരുപാട് മോട്ടിവേഷനും തന്ന സാറിന് താങ്ക് യു. വളരെ നന്ദി സാർ. സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂൾ കൗൺസിലറും സാറിൻ്റെ സ്റ്റുഡൻറ്റുമായിട്ടുള്ള നമ്മുടെ ചിത്തൂർ ടീച്ചറെ ക്ഷണിക്കുകയാണ്. ഒരു
ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, സാറിന്റെ ക്ലാസ് ഇങ്ങനെയാണെന്ന് നിങ്ങളുടെ ഈ പ്രായത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ ഈ പ്രായത്തിൽ സാറിന്റെ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും സാറ് എൻ്റെ മോട്ടിവേഷൻ അല്ലെങ്കിൽ സാറ് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് നിൽക്കുന്നത്. അതിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ റോൾ മോഡല്, എൻ്റെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത് സാറാണ്. നമുക്ക് ചിലപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. നമുക്ക് ലൈഫിൽ ഒരാളുടെ കാല് തൊട്ട് തൊഴണമെന്നൊക്കെ തോന്നത്തില്ലേ? അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ കല്യാണത്തിന് ഈ ചടങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ബന്ധങ്ങളെ കാലം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാണ്ട് മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് തോന്നിയിട്ട് ഒരാളുടെ കാല് തൊട്ട് തൊഴുവാൻ ഞാൻ സാർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും തൊഴുവാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് സാറിൻ്റെ ഈ കാലുകളാണ്. അത്രയ്ക്ക് എനിക്ക് ബഹുമാനമുള്ള ഞാനിവിടെ നിൽക്കാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരി ഇതാണ്. അപ്പോൾ ഇങ്ങനൊരു കോഴ്സ് MSW എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടെന്നും സാറിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ കാര്യം. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രായത്തിൽ സാർ എനിക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് എന്തിനൊക്കെയുള്ള കഴിവുകളുണ്ടെന്ന് സാറൊന്ന് ചോദിച്ചായിരുന്നു. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. പലരും പറഞ്ഞു പാടാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ സാറ് പറഞ്ഞ കാര്യം, ഇതൊന്നും അല്ല നിങ്ങളുടെ കഴിവ്. നമുക്ക് സ്വന്തം കാലിൽ നടക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് ആഹാരം തനിയെ വാരി കഴിക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതിനുള്ള കഴിവ് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ കഴിവ്. നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവേണ്ടത് ഇതിനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിലാണെന്ന് സാർ അന്ന് പറഞ്ഞു തന്നത് ഇപ്പോഴും എൻ്റെ ഉള്ളില് അതുപോലെ കിടക്കുന്നുണ്ട്. സാറിന്റെ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബീന ടീച്ചറും മഞ്ജു ടീച്ചറും ഒക്കെ പോയപ്പോഴത്തേക്കും ഞാനും കഴിഞ്ഞ വർഷം മുതലേ ഞാനും പറയാണ് സാറിനെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഈ വർഷം നമുക്ക് സാധിച്ചു. ഈ ക്ലാസ് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സാധനമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അപ്പോൾ ഇന്നിവിടെ ഈ ക്ലാസ്സിലെത്തി നമ്മൾ ഇത്രയും എനർജറ്റിക് ആയിട്ട് അല്ലെ, പാട്ടും കളിയും ഡാൻസും ഒക്കെ ആയിട്ട് എന്നാൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയും അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തന്നെ ബ്രഹ്മനായക മഹാദേവൻ സാറിന് എൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി, നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത കോർഡിനേറ്റ് ചെയ്ത സുജ ടീച്ചർ, അഞ്ജു ടീച്ചർ, ബീന ടീച്ചർ, ശൈല ടീച്ചർ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനിൽകുമാർ സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. എമിലിറ്റി ഫൗണ്ടേഷന്റെ ചെയർമാൻ ഒത്തിരി സന്തോഷമുണ്ട്. ജീവിതത്തിന്റെ യാത്രക്കിടയിൽ ഒരു കുഞ്ഞിനെ രണ്ട് ഒരേ ആംഗിൾ അപ്പൊ വലിയ ഭീതിയെ 12 പറയണം, പറയൂ 5 ചേട്ടൻ നല്ല രീതിക്ക് ശ്രമിച്ചു. ആദ്യം വരാൻ നേരത്തെ എനിക്കൊരു മടിയുണ്ടായിരുന്നു.